വേനൽമഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും പല ജില്ലകളിലും റെഡ് അലേർട്ട് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മറ്റ് 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 3 ഓറഞ്ചും 9 യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം. ബംഗാൾ ഉൾക്കടലിൽ മെയ് 22 ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശത്തും കൃത്യമായ ജാഗ്രത വേണം. ഇടിമിന്നൽ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് മലയോര മേഖലകളിൽ ജാഗ്രത വേണ്ടത്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തീരദേശത്തും ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്നുള്ള അറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിരിക്കുന്നത്. കാലവർഷം മെയ് 31 എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രവചനം. അതായത് ഇപ്പോൾ കാലവർഷത്തിന് മുന്നോടിയായാണ് നമുക്കിപ്പോൾ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 31 സാധാരണ ജൂൺ 1 കാലവർഷം എത്താറ്. മെയ് 31 അതിന് 4 ദിവസം മുമ്പോ 4 ദിവസം ശേഷമോ കേരളത്തിൽ കാലവർഷം എത്തിയേക്കും. ശരി ഹരി.